ഹലോ ഗൈസ്, ഞാനിത് എവിടത്തേക്കാന്നല്ലേ നിങ്ങളീ നോക്കുന്നത്? ഞങ്ങളുടെ സ്വന്തം ദക്ഷിണകാശിയിലേക്കാണ് ഞാനീ പോകുന്നത്. ദക്ഷയാഗം നടന്ന പുണ്യഭൂമിയാണ് കൊട്ടിയൂർ. ഞങ്ങളുടെ തറവാട് ക്ഷേത്രമായ പുളിക്കുന്നത്ത് മുത്തപ്പൻ മടപ്പുരയിൽ നിന്നുള്ള ടീം അംഗങ്ങളോടൊപ്പമാണ് ഞാൻ ഈ കൊട്ടിയൂർ യാത്രയ്ക്ക് പുറപ്പെട്ടത്. കാട്ടിലെ കൂടിയാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് ചെറിയൊരു ബ്ലോക്ക് കിട്ടി. ബ്ലോക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. നെടുമ്പയിൽ വണ്ടികൾ കുറച്ചായി മാത്രമേ കടത്തി വിടുന്നുള്ളൂ. അതിനിടയിലാണ് 7 കിലോമീറ്റർ കൊട്ടിയൂരിലേക്കുള്ള എന്ന ബോർഡ് ഞങ്ങൾ കാണാനിടയായത്. അതിനുശേഷം ഞങ്ങൾ കൊട്ടിയൂരിലെത്തി. പാർക്കിങ്ങിൽ നോക്കുമ്പോൾ ഭയങ്കര ചളി. ഈ ചളിയിലാണ് ഞങ്ങളുടെ വണ്ടി കൊണ്ടുപോയി നിർത്തിയത്. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഞങ്ങൾ നടന്ന് കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ബാവലിപ്പുഴയുടെ തീരത്ത് എത്തി. ബാവലിപ്പുഴയിൽ നിന്ന് 2 കല്ലുകൾ എടുത്ത് ഉരസി അതിൽ നിന്ന് കിട്ടുന്ന ചന്ദനമോ ഭസ്മമോ അത് നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ കൊട്ടിയൂരിലേക്ക് പോകാൻ പാടുള്ളൂ. അതിനുശേഷം ഞങ്ങൾ നടന്ന് കൊട്ടിയൂരിലെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ ചുറ്റുന്ന വീഡിയോ നമുക്കധികം എടുക്കാൻ വേണ്ടി പറ്റൂല. എന്നാലും അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി പാടില്ലാന്ന്, അതുപോലെ വീഡിയോഗ്രാഫി പാടില്ലാന്ന്. എന്നാലും കഴിയുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊട്ടിയൂർ. അവിടെ നിന്ന് ഞങ്ങൾ കുട്ടപ്പനായ ആനയെ കണ്ടു. ആ ആനയെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുകയാണ്. ശേഷം ഞങ്ങൾ ബാവലിപ്പുഴയ്ക്ക് മീതെയുള്ള പാലത്തിലൂടെ ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോവുകയാണ്. അവിടേക്കുള്ള യാത്രക്കിടയിലാണ് ഓടപ്പൂക്കൾ ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഓടപ്പൂക്കൾക്കിടെയുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ദക്ഷൻ്റെ താടിയാണ് ഇതെന്നാണ് ഐതിഹ്യം.